ലെബനാനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം തോറ്റ് ഓടിപ്പോയ ചരിത്രം 2000 വർഷത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. 2000 മെയ് മാസത്തിന്റെ 16-ാം തീയതിയാണ് ലെബനാന്റെ അതിർത്തിയിൽ നിന്ന് അവിടുത്തെ സൈനികരോട് ഏറ്റുമുട്ടി പരാജയം സമ്മതിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ സൈന്യം പിന്മാറി ഓടിയത്. ഈ ഒരു ധൈര്യം പിന്നീട് എല്ലാ കാലത്തും ലെബനാന്റെയും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനാനുമായിട്ട് യുദ്ധം ചെയ്ത് അതിജീവിക്കുക, വിജയിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും അവർക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് പരമാവധി ലെബനാനീസ് പൗരന്മാരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നത്. 1000-ലധികം മേഖലയിൽ സ്ഫോടനം നടത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഒരുപാടൊന്നും അവിടെ ആ മേഖലയിൽ സ്ഫോടനം നടത്താൻ ഇനി തങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം. നമുക്ക് പരിശോധിക്കാം ലെബനാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവുക എന്നതുമായി ബന്ധപ്പെട്ട്. 982-85 കാലമാണ് ആദ്യമായി തന്നെ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം ലെബനാനും ഇസ്രായേലും തമ്മിൽ ഉണ്ടാകുന്നത്. അതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാണ് കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നത്. UK-യിലുള്ള ഇസ്രായേലിലെ അംബാസഡറെ വധിക്കാൻ ശ്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് ലെബനാന് നേരെ അവര് ആക്രമണം നടത്തുന്നത്. അതൊരു വലിയ യുദ്ധമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് 2006-ൽ നടന്ന യുദ്ധം 2006 ജൂലൈ മാസം 12-ാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം 14-ാം തീയതി വരെ നീണ്ടുനിന്ന ആ യുദ്ധ കാലഘട്ടം അതിശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലാണ് നടന്നിരുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പ് നേരിട്ട് കൊണ്ടും ഇസ്രായേലിന്റെ സൈനികർ അഭിമുഖമായി നിന്നുകൊണ്ട് പോരടിച്ച യുദ്ധം. 8ഓളം ഇസ്രായേൽ സൈനികർ അന്ന് കൊല്ലപ്പെടുകയും 2 സൈനികരെ ഹിസ്ബുള്ള ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായി. പിന്നീട് ഹിസ്ബുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ അവർ വിട്ടയച്ചു. അതിന് പകരമായി തട്ടിക്കൊണ്ടുപോയ ഈ ഇസ്രായേലിന്റെ സൈനികരെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കരാർ വ്യവസ്ഥയും അതോടനുബന്ധിച്ച് നിലനിന്നു. അപ്പൊ ഇത് 2006 നടന്ന യുദ്ധം എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നടുവൊടിച്ച യുദ്ധമാണ്. കാരണം സൈനികർ 8 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുന്നുണ്ടെങ്കിലും എണ്ണസംഖ്യ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് സൈനികപരമായ രീതിയിൽ അത്രയൊന്നും ശക്തിയില്ലാത്ത കാലത്താണ് വലിയ ശക്തിയുള്ള ഇസ്രായേലുമായി ഏറ്റുമുട്ടി ഇത്രത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എന്ന തരത്തിലാണ് അന്നത്തെ പ്രാദേശിക റിപ്പോർട്ടൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്. 1985 കാലത്താണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഉണ്ടാകുന്നത്. അതുണ്ടാകുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് 1982-ലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് വല്ലാതൊന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടി ലെബനാൻ സൈന്യത്തിന് സാധിക്കാതെ വന്നപ്പോഴാണ് 85-ൽ അവര് ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന സൈനികമായിരിക്കുന്ന ഒരു സംവിധാനം രൂപീകരിച്ചത്. അവിടുത്തെ രാജ്യത്തിലെ ഗവൺമെന്റ് ഔദ്യോഗികപരമായി അംഗീകരിച്ച ഒരു സൈനിക ട്രൂപ്പൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1975-90 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറാനിൽ ഇസ്ലാമിക വിപ്ലവം നടന്ന കാലഘട്ടമാണ്. ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ച് 1978 ആ കാലഘട്ടത്തിൽ തന്നെ ലെബനാനിലുള്ള മലീഷ്യ വിഭാഗം ഇറാന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു ട്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു ഏകീകൃത സംവിധാനമായിട്ടോ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നു കാണാൻ വേണ്ടി സാധിക്കും. ഇത് പിൽക്കാലത്ത് അവിടുത്തെ ഗവൺമെന്റുമായിട്ട് ഏറ്റുമുട്ടാനും അധികാരത്തിന് വേണ്ടി വലിയ ആഭ്യന്തരപരമായിരിക്കുന്ന കുറെ വിഷയങ്ങൾ ഉണ്ടാവാനും കാരണമായതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീടാണ് 1967 കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1967 കാലഘട്ടം അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിലൊന്നും ഹിസ്ബുള്ള ഗ്രൂപ്പോ അതിന്റെ സംവിധാനങ്ങളോ സജീവമല്ല. അതിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചത് ലെബനാൻ പങ്കാളിത്തം വഹിച്ച രാജ്യമാണ്. കാരണം ഇസ്രായേലിന്റെ അതിർത്തിയാണ്. ലെബനാൻ മാത്രമല്ല, സിറിയയും ഈജിപ്തും ജോർദാനും അതിലുണ്ടായിരുന്നു. ഇറാനും ഇറാഖും ബാഹ്യമായ രീതിയിലെ സഹായങ്ങൾ നൽകുന്നു. 6 ദിവസം നീണ്ടുനിന്ന 6 രാഷ്ട്രങ്ങൾ പങ്കെടുത്ത യുദ്ധം. അതിൽ ഇറാനും ഇറാഖും നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടില്ല. അതിർത്തി പങ്കിടുന്ന ലെബനാൻ, സിറിയ, ഈജിപ്ത്, ജോർദാൻ ഈ 4 രാജ്യങ്ങളാണ് പങ്കാളിത്തം വഹിച്ചത്. ആ യുദ്ധത്തിൽ മണിക്കൂറുകൾക്കിടെ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീടുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലെബനാനും സിറിയയും തമ്മിൽ വലിയ രീതിയിലുള്ള ശത്രുത നിലനിൽക്കുകയും ആ ഭാഗങ്ങളിലൊക്കെ നിരന്തരം അക്രമങ്ങളും വെടിവെപ്പുകളും ശബ്ദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്.
തിരിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമാനമായിരിക്കുന്ന രീതിയിൽ ലെബനാനിൽ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ട് അങ്ങനെ പോകുന്നു. 1967 ശേഷമുള്ള നമ്മൾ 2024 കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നിടത്തോളമുള്ള സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ ഈജിപ്തും ജോർദാനുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമാണ് ഇസ്രായേൽ ഉണ്ടായത്. പിന്നീട് ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം വല്ലാതൊന്നും ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളത് ഭരണാധികാരികളുടെ അവരുടെ സ്വന്തമായ ഇഷ്ടപ്രകാരം തന്നെ ആ ഭരണത്തിൽ സ്ഥിരമായ രീതിയിൽ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരമായ രീതിയിൽ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അമേരിക്ക അടങ്ങുന്ന ഇസ്രായേൽ സംവിധാനത്തോട് സഹകരിക്കണമെന്നൊരു താല്പര്യങ്ങളൊക്കെ ഈജിപ്തിനുണ്ടായതുകൊണ്ട് ഈജിപ്ത് എന്ത് ചെയ്തു? ഈജിപ്ത് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും അവരുമായിട്ട് സഹകരിച്ചിട്ടാണ് ഉണ്ടായത്. അറബ് മേഖലയിൽ ആദ്യമായ രീതിയിൽ ഇസ്രായേലിന്റെ എംബസി തുടങ്ങിയത് ഈജിപ്താണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ച് ലീഡർഷിപ്പുള്ള ഒരു രാജ്യം കൂടിയായിരുന്നു ഈജിപ്ത്. പിന്നീടാണ് അവർ സൗഹൃദ രാജ്യമായിട്ട് മാറിയത്. ജോർദാനിലാണ് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഭൂമി നഷ്ടപ്പെട്ടത് ജോർദാനിലാണ്. എന്നാൽ ജോർദാനും ഇസ്രായേലും തമ്മിൽ വലിയ സഹകരണവും വലിയ ബന്ധത്തിലുമാണ്. പിന്നീട് അവിടെ ശത്രുഭാഗമായിട്ട് ഇസ്രായേൽ തന്നെ കാണുന്ന രാജ്യമാണ് ലെബനാനും സിറിയയും. അത് അന്നും ഇന്നും എന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇറാനും ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല, എന്നാലും അവർക്ക് എല്ലാ കാലത്തും ഭീഷണി തന്നെയാണ്. പക്ഷേ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒക്ടോബർ 7 ഹമാസിന്റെ അക്രമത്തോടനുബന്ധിച്ച് തുടങ്ങിയിരിക്കുന്ന പുതിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ജോർദാൻ സഹകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അവർ തൊടുത്തുവിട്ടിരിക്കുന്ന ഈ വൈമാനികപരമായ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അത് മിസൈലാണെങ്കിലും അത് റോക്കറ്റ് ആണെങ്കിലും അതെല്ലാം തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ജോർദാനാണ് ചെയ്തു കൊടുത്തത്. അത് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജോർദാനും ഇറാനും തമ്മിൽ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പും ഫലസ്തീനിലെ ഹമാസ് വിഭാഗവും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത് നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നാൽ അവർ തോറ്റ് ഓടിപ്പോവുക തന്നെ ചെയ്യും. അവരൊരു വലിയ സംഭവമാണ്. അവരാക്രമിച്ചാൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല. വലിയ സൈനിക ശക്തിയും വലിയ സംവിധാനങ്ങളും വലിയ യുദ്ധോപകരണങ്ങളും എല്ലാം ക്രോഡീകരിക്കപ്പെട്ട ഒരു രാജ്യമാണ് എന്ന് വീമ്പ് പറഞ്ഞ് മറ്റുള്ള ലോകരാജ്യങ്ങൾ പറയുന്ന പോലെ നമ്മളും പറഞ്ഞ എല്ലാ കാലത്തും പരാജയമാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ലെബനാൻ പറയുന്ന കാര്യം തങ്ങളുടെ ഭൂപ്രദേശം പിടിച്ചെടുത്തതിൽ നിന്ന് ഏകദേശം 30% അതിലധികമോ തിരിച്ചു പിടിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. നിരന്തരമായുള്ള ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലിലാണ് സാധിച്ചത്. അവർ ഞങ്ങളുടെ പ്രദേശം വിട്ടു പോവുകയായിരുന്നു. ശേഷിക്കുന്ന പ്രദേശം തീർച്ചയായിട്ടും തങ്ങൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ലെബനാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ലോകത്തെ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമാണ്. ഇസ്രായേൽ കടന്നു കയറിയിരിക്കുന്നു, 500-ലധികം ആളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു, 100-ലധികം ഈ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തിയിരിക്കുന്നു, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കമാൻഡർമാരെ വധിച്ചിരിക്കുന്നു. ഇതൊക്കെ സത്യം തന്നെയാണ്, ഇതൊന്നും ഇല്ലാത്ത കാര്യമൊന്നുമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്ത രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് അവര് ആ ഭൂപ്രദേശത്ത് നിന്ന് തോറ്റോടിയ വിഭാഗമാണ് എന്നുകൂടി ഇതിന്റെ കൂടെ നമ്മൾ അടിവരയിട്ട് പറയേണ്ടതാണ്. യുദ്ധങ്ങളും മരണങ്ങളും അതുമായി ബന്ധപ്പെട്ടതും 5 ലക്ഷത്തോളം ലെബനാനീസ് ഇപ്പോൾ അഭയാർത്ഥികളെ പോലെ മറ്റു ദേശത്തിലേക്ക് പോകുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നു. അതെല്ലാം സത്യങ്ങളാണ്, അതില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അതോടനുബന്ധിച്ച് തന്നെ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ലെബനാന്റെ മുമ്പിൽ ഇസ്രായേൽ സാധിക്കാത്തൊരു കാര്യമാണ്. അത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങൾ, അത് അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഇവരെല്ലാവരും അമേരിക്കക്കൊപ്പം ഇസ്രായേലോട് ചേർന്നിട്ടാണ് യുദ്ധം ചെയ്യുന്നതിനുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്, ലോകത്തിന് അറിയാവുന്നതാണ്. എന്നിട്ട് ഒരു സൈനിക ട്രൂപ്പായിരിക്കുന്ന ഹമാസ് ഫലസ്തീനിൽ ഇസ്രായേലിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അടുത്ത മാസം 7 സമയത്ത് യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷമായി. ഇസ്രായേൽ ലോകത്തോട് മുന്നോട്ട് വെച്ചിരിക്കുന്ന എന്തൊരു കാഴ്ചപ്പാടാണ് അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചത് എന്ന് ചോദിച്ചാൽ അവരിപ്പോൾ ഉത്തരം പറയുന്നില്ല. ഹമാസെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല, അവരുടെ ആയുധ ശേഖരം പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ 100-ലധികം ബന്ദികൾ ഇപ്പോൾ ഹമാസിന്റെ കൈവശത്തിലാണ്, അവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അവരെവിടെയെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒക്ടോബർ 7 ഇസ്രായേൽ ആവർത്തിക്കില്ലെന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രവുമല്ല ഹമാസിന്റെ കയ്യിലേക്ക് ആയുധങ്ങൾ ഏത് വഴിയാണ് എത്തുന്നത് എന്ന് പോലും കൃത്യമായി പറയാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ സാധിക്കാത്ത വിധം അവർ തോറ്റിരിക്കുകയാണ്. ഇവിടെ വിജയം പരാജയം നമ്മൾ പറയണം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ ആരാ ജയിച്ചതെന്ന് ചോദിച്ചാൽ ആരും ജയിച്ചിട്ടില്ല, ആരാ തോറ്റെന്ന് ചോദിച്ചാൽ ആരും തോറ്റിട്ടില്ല. യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തന്നെ ഇവിടെ അങ്ങനെയല്ല പറയാനുള്ളത്. ഇവിടെ അതിനേക്കാൾ കടന്നു പറയണം. ഇസ്രായേൽ തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. അവര് സാധാരണക്കാരെ കൊല്ലുന്ന കാര്യത്തിൽ മാത്രം ജയിക്കുന്നു, ബാക്കിയുള്ള കാര്യത്തിലൊക്കെ തോറ്റിരിക്കുകയാണ്. അങ്ങനെയാണ് അതിന്റെ റൂട്ടുകൾ പോകുന്നത്. ലെബനാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ സ്ഥിതിവിശേഷങ്ങളും യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഇസ്രായേലിനെ അതിജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ലെബനാന്റെ മുമ്പിൽ പ്രയാസപരമായിരിക്കുന്ന കാര്യമാണ്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ലെബനാൻ ഒരു രാജ്യമായിട്ട് നിലനിൽക്കുന്നു. അതിന്റെ സൈനിക സംവിധാനങ്ങളും
ആയുധ ശേഖരങ്ങളും അവരുടെ കൈവശത്തിലുണ്ട്. ഗസ ഒരു സൈനിക ഒരു രാജ്യമായി നിലനിൽക്കുന്നില്ല. അതൊരു പ്രാദേശിക ഭരണകൂടമാണ്. അവർക്ക് ആയുധമോ ബന്ധപ്പെട്ട കാര്യങ്ങളോ നൽകണമെങ്കിൽ ഇസ്രായേൽ തന്നെ നൽകണം. ഇതാണ് അതിന്റെ രാഷ്ട്രീയപരമായിരിക്കുന്ന സ്ഥിതിവിശേഷം. 1,00,000-ലധികം സൈനികർ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ കൈവശത്തിലുണ്ട് എന്നാണ് പടിഞ്ഞാറൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത് എന്ന് പല കുറി ഇസ്രായേലിനെ അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, യുദ്ധത്തിന്റെ എല്ലാ രീതികളും അവർ പുറത്തെടുത്തിട്ടില്ല. അത് പുറത്തെടുക്കുന്ന സമയത്താണ് മുഖാമുഖം ഏറ്റുമുട്ടൽ ഉണ്ടാവുക. അത് അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുകയില്ല. അങ്ങനെ പോകുന്ന അതിന്റെ വിശദീകരണ കുറിപ്പുകളൊക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പം നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ മാരകമായിരിക്കുന്ന യുദ്ധമാണ്. ലെബനാനിലെ പരമാവധി ആളുകളെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടി ജനകീയപരമായ രീതി, അല്ലെങ്കിൽ ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് അവർ ആക്രമണം നടത്തുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് 80 ചില്ലാനും സ്ത്രീകളും 40 ചില്ലാനും കുട്ടികളും മരണപ്പെട്ടവരാണ് പുറത്തു വരുന്നത്. അപ്പൊ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ മേഖലയിലല്ല ആക്രമണം നടത്തിയിരിക്കുന്നത് ഏറെക്കുറെ ഉറപ്പാണ്. പിന്നീട് ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെയും ക്രിസ്തുമത വിശ്വാസികളുടെയും ഏറ്റവും വലിയ വിശുദ്ധ ഗേഹങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശത്തൊക്കെ അക്രമം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒക്ടോബർ 7-ാം തീയതി നടന്നതിനേക്കാൾ ക്രൂരമായിരിക്കുന്ന മുറിവേറ്റത് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആകാശ യുദ്ധമാണ് എല്ലാ കാലത്തും യൂറോപ്യന്മാരെ ജയിപ്പിച്ചിരിക്കുന്ന യുദ്ധം. കരയുദ്ധത്തിലൂടെ അവർ യുദ്ധം ചെയ്യാറില്ല, യുദ്ധം ചെയ്ത് അവർ വിജയിക്കുകയില്ല. അതെല്ലാ കാലത്തും പ്രതീക്ഷ. പക്ഷെ ആകാശ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഏതെങ്കിലും കാലത്ത് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മുഴുവനും ആ രാജ്യം ഏതാണോ അവർ വിജയിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള യുദ്ധം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലെബനാനും ഇസ്രായേലും തമ്മിലാണ്, പാലസ്തീനും ഇസ്രായേലും തമ്മിലല്ല. കാരണം ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയുടെ ഹമാസുമായി ബന്ധപ്പെട്ടവർക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല. തിരിച്ച് അവർ നിർമ്മിത വസ്തുക്കൾ ഉണ്ടാക്കുന്നില്ല, മറ്റാരോ കൊടുക്കുന്നത് പ്രയോഗിക്കുന്നു എന്ന് മാത്രം. ജപ്പാന്റെ 2ാം ലോക യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുത്തുന്നത് ആകാശ യുദ്ധത്തിലൂടെ നടത്തിയ ആണവ സ്ഫോടനമാണ്. അത് കരമാർഗം നടത്തുന്നതല്ല. ആകാശ യുദ്ധത്തിൽ ആണവ സ്ഫോടനം നടത്തുന്നു, ഹിരോഷിമയും നാഗസാക്കിയും കത്തിച്ചാമ്പലാകുന്നു. അങ്ങനെ ജപ്പാൻ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന രാജ്യം പരാജയം സമ്മതിക്കുന്നു. അതിന്റെ കാര്യം എന്താ? അവർ നടത്തുന്ന ആകാശ യുദ്ധമാണ്. സദ്ദാം ഹുസൈനെ പരാജയപ്പെടുത്താൻ വേണ്ടി അമേരിക്ക നടത്തിയത് ആകാശ യുദ്ധമാണ്. അങ്ങനെ ആകാശത്തോടെ പറന്നിട്ടാണ് 8ഓളം സദ്ദാം ഹുസൈന്റെ കൊട്ടാരത്തെ തകർത്തത്. കൊട്ടാരം തകർക്കുക എന്നുള്ള ആദ്യത്തെ പരിപാടികൾ. ലിബിയയിൽ കേണൽ ഗദ്ദാഫിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതും ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവരെ നിരീക്ഷണം നടത്തിയതും അങ്ങനെയാണ്. അങ്ങനെ ആകാശ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ, വൈമാനിക യുദ്ധത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ യൂറോപ്യന്മാർ മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും അവരെ കീഴ്പ്പെടുത്തുന്നു. സമാനമായിരിക്കുന്ന പ്രതിരോധങ്ങൾ ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ വിജയിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് വൈമാനിക യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി സദ്ദാം ഹുസൈന് സാധിക്കാതെ വന്നു. സദ്ദാം ഹുസൈൻ കീഴടങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ സദ്ദാം ഹുസൈനെ പിടികൂടി, നമുക്കറിയാവുന്നതാണ്. അപ്പൊ അതിന് ആദ്യം അവർ ചെയ്ത കാര്യം, ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ 65% ഭൂമിയുടെ ആകാശത്തിലൂടെയും ഇറാഖിന്റെ വിമാനങ്ങൾക്ക് പറക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവുണ്ടാക്കി. അതോടുകൂടി അവർക്ക് ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ പ്രയാസം നേരിട്ടു. അങ്ങനെ അല്പാൽപമായ രീതിയിലാണ്, ക്ഷീണിപ്പിച്ചുകൊണ്ടാണ് ഇവർ കീഴടക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ നടക്കാത്തതെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എത്രത്തോളം സൈനിക ശക്തിയുണ്ട്, അവരെന്തൊക്കെയാണ്, അവരൊക്കെ ഏത് തരത്തിലാണ് കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യമാണ് ലെബനാനും പാലസ്തീനും. അതുകൊണ്ടാണ് നിരന്തരം അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. വല്ലാതൊന്നും അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ പോകുന്നത്. ഇപ്പോഴും യഥാർത്ഥത്തിൽ ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അവരുടെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളും സംവിധാനങ്ങളും കൃത്യമായ രീതിയിൽ ലെബനാനും പാലസ്തീനും അറിയാം എന്നുള്ളിടത്ത് മാത്രമാണ്. മൊസാദിനെ കുറിച്ച് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ചാര സംഘടനയാണ്. അത് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ലോകത്താകമാനമുള്ള രാജ്യത്തിന്റെ അകത്ത് ഇസ്രായേലിനെതിരെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ കണ്ടെത്താനും അതിനെ ഇല്ലാതാക്കാനും മൊസാദിന് സാധിക്കും. ഇപ്പോൾ ഇറാനിൽ നടന്ന ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചതും മൊസാദാണ് എന്നാണ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ലെബനാനിൽ പൊട്ടിത്തെറിച്ച ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പിന്നിൽ മൊസാദാണ് എന്ന് പറയുന്നു. അത് വാക്കർ ടോക്കിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനു മുൻപ് പല സംഭവങ്ങളും ഇതിന് ആനുപാതികപരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് നിലനിൽക്കുന്നത് ഇസ്രായേലിനെതിരെ വലിയൊരു സംവിധാനം ഗസയുടെ അകത്ത് അണ്ടർഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നതും അതിന്റെ ഭൂമി മുഴുവൻ തുറന്നുകൊണ്ട് അതിന്റെ സംവിധാന കാര്യങ്ങളും ആയുധങ്ങളും ശേഖരിക്കുന്നതും ഈ മൊസാദ് വിഭാഗത്തിന് അറിയാതെ പോയതിന്റെ ജാള്യത ഇപ്പോഴും ഇസ്രായേൽ നിലനിൽക്കുകയാണ്.
തുരങ്കങ്ങളുടെ അളവുകളും വീതികളും യഥാർത്ഥത്തിൽ നാഷണൽ ഹൈവേ പോലെയുള്ള ഭാഗങ്ങൾ പോലും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ രീതിയിൽ സംവിധാനങ്ങൾ 100% ഇസ്രായേലിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഗസ എന്ന് പറയുന്ന ഏകദേശം 40-43 കിലോമീറ്റർ മാത്രം വൈദൂരമുള്ള ഈ പ്രദേശത്തിന്റെ അകത്ത് നിന്ന് ചെയ്തിട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് അല്ലെങ്കിൽ മൊസാദിന് അറിയാതെ പോയി എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പോരായ്മകൾ ഉണ്ട് എന്ന് മുമ്പ് ലെബനാൻ പറഞ്ഞു വെച്ചത് കൃത്യവും സത്യവുമാണ് എന്ന് ഇവിടെ തെളിയുകയാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് ലെബനാനിൽ ഇസ്രായേലിന് അതിജീവിക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അവർ തോൽവി സമ്മതിച്ചുകൊണ്ട് പിന്മാറാൻ ഇനി ഒരുപാട് ദിവസങ്ങളൊന്നും ബാക്കിയാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് മുൻപ് കാലങ്ങളിലുള്ള യുദ്ധത്തെയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.